ಕ್ಯಾಪ್ಟನ್ ವಿಜಯನ್ ದೀಪು ಅವರುಗಳೇ, ಚೀಫ್ ಆಫೀಸರ್ ശ്രീ ആൻ്റണി അവറുകളെ, ബഡാ സാബ് മനു അവറുകളെ, സെക്കൻഡ് സാബ് സലീം ഷെർവാണി അവറുകളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഹസൻ കാക്കയുടെ റിട്ടയർമെൻറ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ ക്യാപ്റ്റൻ സാറിൻ്റെ സൈൻ ഓഫ് പാർട്ടിക്കും കൂടിയാണ്. ആദ്യമായി ഹസൻ കാക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഹസൻ കാക്ക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ പര്യായമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ വളരെ വിദ്യാഭ്യാസമുള്ളവനാണ്, പക്ഷെ ഞാൻ വിദ്യാഭ്യാസം എത്ര ഇല്ലെങ്കിലും ഞാൻ പഠിച്ച ഫീൽഡിൽ ഞാൻ നാഷണലും ഇൻ്റർനാഷണൽ ലെവലിലും ജോലി ചെയ്തിട്ട് പരിചയസമ്പന്നനാണ്, എക്സ്പേർട്ടാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരാനും അതുപോലെ തന്നെ ചെയ്ത് കാണിച്ചു തരാനും എനിക്ക് സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കുന്നവരാണ് യഥാർത്ഥ ശക്തൻ എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ദേഷ്യപ്പെട്ടു പോകും, എൻ്റെ പ്രായമത്രയുണ്ട്, അപ്പോൾ നീ അത് കാര്യമാക്കരുത്. ഒരു ചെവിയിൽ കൂടി കേട്ടിട്ട് ആ ചെവിയിൽ തന്നെ വിട്ട് കളഞ്ഞേക്കണം, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ ഉപദേശിച്ച ആളാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ വളരെ നല്ലൊരു ഭക്തനാണ്. സമയമാകുമ്പോൾ ഏത് കടലിലും അദ്ദേഹം നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തിന് എല്ലാവിധ നന്മകളും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമതായി ക്യാപ്റ്റൻ വിജയൻ ദീപു സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യൻ ക്രിക്കറ്റിന് എങ്ങനെയായിരുന്നു അതുപോലെയാണ് കൽപ്പറ്റയ്ക്ക് ക്യാപ്റ്റൻ വിജയൻ ക്യാപ്റ്റൻ കൂളാണ്. ഒരു അനുഭവമുണ്ട്. അതായത് നമ്മൾ ഇന്റർ ഐലൻഡ് സർവീസ് നടത്തുന്ന സമയത്ത് നമ്മൾ 2 ബാർജ് വലിച്ചുകൊണ്ട് വന്നിരുന്നു. അപ്പോൾ ഒരു ബാർജ് പൊട്ടിപ്പോയിരുന്നു, കയറ് പൊട്ടിപ്പോയിരുന്നു. ആ എമർജൻസി സിറ്റുവേഷനിൽ സാറ് കപ്പൽ നിർത്തുകയും പിറകോട്ടെടുത്തിട്ട് ബാർജിൽ അടുപ്പിച്ച് ക്രൂമാരെയും ബന്ധപ്പെട്ട ഓഫീസർമാരെയും അതിലേക്ക് ഇറക്കി ആ കയറ് പൊട്ടിയ സ്ഥലം കണ്ടുപിടിച്ച് അതിൽ വീണ്ടും പുതിയ കയറൊക്കെ പിടിച്ച് കെട്ടിയതിന് ശേഷം അവരെ തിരിച്ച് കയറ്റിയിട്ട് വീണ്ടും യാത്ര തുടർന്നു. അത് വൈകുന്നേര സമയമായിരുന്നു. രാത്രി പിന്നെ ഭക്ഷണത്തിൽ വന്നപ്പോൾ സാറ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എങ്ങനെയുണ്ട്, ഉഷാറില്ലേ? ആ പുഞ്ചിരിയിൽ നമ്മൾ സേഫാണെന്ന് ആയിരുന്നു സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ സൈൻ ഓഫ് ജീവിതത്തിന് അടുത്ത കപ്പലിലും എല്ലാവിധ നന്മകളും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്.